നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കേസുകൾക്ക് വേണ്ടത് നിയമവേഗം. ഇന്ത്യയിലെ നിയമ സംവിധാനം അതിവേഗം ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കെട്ടിക്കിടക്കുന്ന കേസുകൾ ഗൗരവമുള്ളത്. ജനങ്ങൾക്ക് ന്യായാധിപന്മാരിലുള്ള വിശ്വാസം നഷ്ടമാകരുതെന്നും മോദി. എല്ലാ ട്രിബ്യൂണലുകളും ഒഴിവാക്കേണ്ടതെന്ന് മോദി. ട്രിബ്യൂണലുകൾ അധിക സാമ്പത്തിക ബാധ്യത. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ഡൽഹിയിൽ ജഡ്ജിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും യോഗത്തിൽ. ദുഃഖവെള്ളി ദിവസം ജഡ്ജിമാരുടെ യോഗം വിളിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യോഗത്തിൽ പങ്കെടുത്തില്ല. വഹാബിന് ലൈക്കടിക്കാതെ. ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായ ഭിന്നതയുമായി മുനവർ അലി ശിഹാബ് തങ്ങൾ വീണ്ടും. സീറ്റ് നിർണയത്തിൽ ഇത്തവണ ഉണ്ടായത് പാരമ്പര്യം മറന്നുള്ള തീരുമാനം. പാർട്ടി നിലപാട് ശരിയായിരുന്നോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് മുനവർ അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അബ്ദുൾ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി തീരുമാനത്തെ ബഹുമാനിക്കുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് ലീഗ് വ്യതിചലിച്ചു. വഹാബിന് എല്ലാവിധ ആശംസകളും നേരുന്നതായും മുനവർ അലിയുടെ പോസ്റ്റ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ലീഗ് പ്രവർത്തക സമിതിക്ക് തൊട്ടു മുൻപായി അബ്ദുൾ വഹാബിനെതിരെ മുനവർ അലി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് വൻ വിവാദമായിരുന്നു. മുതലാളിമാർക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്നായിരുന്നു മുനവർ അലി ഫേസ്ബുക്കിൽ കുറിച്ചത്. രാജ്യസഭാ സീറ്റ് പ്രശ്നത്തിൽ ലീഗിലെ ആഭ്യന്തര കലഹം മറന്നീക്കിയത് കഴിഞ്ഞ ദിവസം. വഹാബിന് സീറ്റ് നൽകിയത് കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മറികടന്ന്. വിമർശനങ്ങളെ പ്രവർത്തനത്തിലൂടെ മറികടക്കുമെന്ന് അബ്ദുൾ വഹാബിന്റെ മറുപടി. UDF-ൽ നാളെ ഭൂകമ്പം. കാത്തിരുന്ന കലഹദിനം നാളെ. PC ജോർജിന്റെ ചീഫ് വിപ്പ് സ്ഥാനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് കാത്ത് ജോർജും മാണിയും. ഇരു നേതാക്കളുമായി ചർച്ച ഒരു വട്ടം കൂടി. കേരള കോൺഗ്രസ് വിടില്ലെന്ന് ജോർജിന്റെ പ്രഖ്യാപനം. പോകുന്നെങ്കിൽ KM മാണി പൊയ്ക്കോട്ടെ. പാർട്ടിയിൽ തന്നെ ജോർജ് തുടർന്നാൽ തലവേദന മാണിക്കും മുന്നണിക്കും. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ജോർജിന്റെ വോട്ട് UDF-ന് തന്നെ. അവിശ്വാസം ഒഴിവാക്കാൻ ഓപ്പൺ വോട്ട് ആവശ്യപ്പെടുമെന്നും ജോർജ്. ഒറ്റയാനെ തൽക്കാലം ഒപ്പം നിർത്തുന്നത് ബുദ്ധിയെന്ന് മുന്നണി നേതാക്കൾ. ചീഫ് വിപ്പ് സ്ഥാനം പിൻവലിക്കുന്നതിൽ ഏകാഭിപ്രായം. പക്ഷേ ജോർജിനെ ഏത് വിധത്തിൽ മുന്നണിയിൽ തുടരാൻ അനുവദിക്കാമെന്നതിൽ തർക്കം. ഒരു വിധത്തിലും അംഗീകരിക്കില്ലെന്ന കടുംപിടുത്തത്തിൽ KM മാണി. ബാറിൽ വിജിലൻസ് കൂട്ടിലായി. ബാർ കോടതിയിൽ നിലപാട് മാറ്റി വിജിലൻസ്. KM മാണിക്കെതിരെ നേരിട്ട് തെളിവുകളില്ല. ഇപ്പോഴുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രം. കേസിൽ പ്രാഥമിക റിപ്പോർട്ട് അടുത്ത മാസം. ബിജു രമേശ് നൽകിയ ശബ്ദരേഖ തെളിവായി സ്വീകരിക്കുന്ന കാര്യത്തിൽ വിജിലൻസിൽ ആശയക്കുഴപ്പം. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടാൻ തീരുമാനം. മജിസ്ട്രേറ്റ് കോടതിയിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പിനായി വിജിലൻസ് നാളെ കോടതിയെ സമീപിക്കും. മൊഴിയിൽ മാണിക്ക് പുറമെ K ബാബു, VS ശിവകുമാർ, രമേശ് ചെന്നിത്തല എന്നിവരും. മാണിക്കെതിരെ FIR എടുത്തതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം മാറുന്നില്ല. മാണിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളിൽ വിവാദം തീരുന്നില്ല. രമേശിനെ പിന്തുണച്ച് I ഗ്രൂപ്പ് നേതാക്കൾ. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.